ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലും എക്സോസ്റ്റ് ഫാനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പല തരത്തിലുള്ള എക്സോസ്റ്റ് ഫാനുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ എക്സോസ്റ്റ് ഫാനുകളിൽ നല്ല പോലെ തന്നെ പൊടി പിടിക്കുന്നതാണ്. അപ്പോൾ ഈ പൊടി നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പലരും ഇത് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോപ്പൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എക്സോസ്റ്റ് ഫാനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നതെന്ന് കാണിക്കാം. വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട്, വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എക്സോസ്റ്റ് ഫാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാധനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് പേപ്പറോ എന്തെങ്കിലും നല്ലോണം ഒന്ന് വിരിച്ചു കൊടുക്കുക. നമ്മൾ ഈ എക്സോസ്റ്റ് ഫാൻ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പോലെ പൊടി താഴോട്ട് വീഴും. അപ്പോൾ ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്യലൊരു വലിയ പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ഫാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെയൊന്ന് ചെയ്യൂ. അതിനുശേഷം ഞാനിവിടെ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വേസ്റ്റ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ നല്ലോണം പൊടിയും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ലോണം അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള എണ്ണമെഴുക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലോത്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കളയാനായിട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് പീസ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുടച്ച് കാണിക്കാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ലോണം പോകുന്നുണ്ട്. ഈ പുറം ഭാഗത്തൊക്കെ ജസ്റ്റ് പൊടി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, എണ്ണമെഴുക്കൊന്നും അത്ര അധികമൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു രീതിയിലുള്ള എക്സോസ്റ്റ് ഫാനാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലെയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ വയറിൻ്റെ ലെങ്ത്ത് നല്ല പോലെ നീളമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. എന്നാലും ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും നല്ല സുഖമാണ് ഇങ്ങനെ അഴിച്ചെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആദ്യം ഞാനിതിൻ്റെ മുൻവശമൊക്കെ നല്ല പോലെ തുടച്ച് കൊടുക്കുകയാണ്. ഇതിൽ പൊടി മാത്രമല്ല എണ്ണമെഴുക്കും നല്ലോണം ഉണ്ട്. നമ്മൾ പേപ്പർ വെച്ചിട്ട് തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ എണ്ണമെഴുക്കൊക്കെ നല്ലോണം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആരും ഇനി സോപ്പൊന്നും യൂസ് ചെയ്തിട്ട് ഇത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് സൈഡും കൂടെ നമുക്ക് തുടച്ച് കൊടുക്കാം. ഇപ്പോൾ ബാക്ക് സൈഡും ഞാൻ ഒരുവിധം ഒന്നിങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈ എത്താത്ത ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്താൽ മതി. ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ബ്രഷാണ് നല്ലത്. ബ്രഷും നമ്മൾ വെള്ളത്തിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാനിത് ആദ്യം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ ഒന്ന് തുടച്ച് അതിനുശേഷം കയ്യെത്താത്ത ഭാഗമൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പേപ്പർ നല്ലോണം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു നനവുണ്ടായാൽ മതി. അതേപോലെ തന്നെ ക്ലോത്ത് പീസ് ആണെന്നുണ്ടെങ്കിലും നല്ലോണം ഒന്ന് നനച്ചിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രം നമ്മൾ തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ഇതിലുള്ള എണ്ണമെഴുക്കും അതേപോലെ തന്നെ പൊടികളും എല്ലാം തന്നെ നല്ലോണം പോയി കിട്ടും. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗവും തന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുത്തതാണ്. ഇനി നമുക്ക് തിരിച്ച് ആദ്യത്തെ പോലെ തന്നെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പിൽ വീണിട്ടുള്ള പൊടികളാണിത്. ഇത്രയും അഴുക്ക് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് മടക്കി അത് കളഞ്ഞാൽ മാത്രം മതി. വേറെ അഴുക്കൊന്നും നമ്മുടെ കിച്ചണിൽ എവിടെയും ആവില്ല. അങ്ങനെ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ സോപ്പും വെള്ളവും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോപ്പും വെള്ളമൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് പണി കൂടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്